എൻ്റെ പേര് അനു. ഞാനിന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ ഒന്ന് നിങ്ങളോട് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇളയാൾ ഉറക്കമാണ്, മൂത്താൾ ക്ലാസ്സിൽ പോകാനുള്ള എൻ്റെ പണിയിൽ കിടക്കണേണ്. അയാൾ ബുക്കൊക്കെ എടുത്ത് വെക്കലും അങ്ങനത്തെ പണിയിൽ കിടക്കുമ്പോൾ ജസ്റ്റ് അയാൾ ഉറങ്ങണ കാരണം ഒന്നും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കിടക്കും. അപ്പോൾ എൻ്റെ പേര് അനു. എൻ്റെ സ്വന്തം നാട് വൈപ്പിനാണ്. വൈപ്പിൻ ചെറായിയുടെയും കൂടി നടുക്കായിട്ട് വരും. ചെറായി ബീച്ചിലോട്ടൊക്കെ പോകത്തില്ലേ, അത് നടുക്കായിട്ട് വരും. നായരമ്പലം എന്ന് പറയും. പിന്നെ എന്നെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് മരട്ടിലോട്ടാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാളുടെ പേര്, മൂത്താളുടെ പേര് ഇവ, രണ്ടാമത്തെ ആളുടെ പേര് ഇസ. മൂത്ത ഇളയാൾ വിളിക്കുന്ന പേരാണ് ഇവോച്ചി. അതാണ് എൻ്റെ ചാനലിന് ഞാൻ ഇട്ടേക്കുന്ന പേര് കേട്ടോ. ഇവോച്ചി എന്നാണ് ഇളയാൾ വിളിക്കുന്നത്. ഇളയാളെ ഞങ്ങൾ വിളിക്കണത്, അയാളെ തന്നെ സ്വന്തമായിട്ട് വിളിക്കണത് ഇത്തു എന്നാണ്. ഇസ എന്നാണ് പേര്, ഇത്തു. 2 പെൺകുട്ടികളാണ് എനിക്ക്. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിന് അപ്പോൾസറിയാണ് വർക്ക്. കാറിൻ്റെയൊക്കെ വർക്കില്ലേ, ഇപ്പോൾ കാറിൻ്റെ ഒരു അപ്പോൾസറിയുടെ ഒരു വർക്ക്ഷോപ്പിലാണ്. സെറ്റി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അങ്ങനെ അപ്പോൾസറിയാണ് ഹസ്ബൻഡിൻ്റെ വർക്ക്. ഇതിൽ ഞാൻ കുക്കിംഗ് വീഡിയോ എൻ്റെ ജസ്റ്റ് ഡേ ലൈഫൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് ഒന്നിനും അങ്ങനെ പറ്റണില്ല. ചെറുതായിട്ടൊക്കെ ഞാൻ ഒപ്പിച്ച് വിടുന്നുള്ളൂ. പക്ഷേ ഇനി എനിക്ക് വീഡിയോസ് ഇടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ചെറുതുണ്ടല്ലോ, അയാൾ ഇച്ചിരി ഇടകേറാണ്. വേറൊന്നുമല്ല, ഏത് നേരം അമ്മ അടുത്ത് തന്നെ വേണം. വേറെ പ്രശ്നമൊന്നുമില്ല. വീഡിയോസ് എടുക്കാനൊക്കെ എനിക്ക് അയാൾ നിന്നൊക്കെ തന്നോളും. വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എന്നെക്കുറിച്ചൊന്ന് നിങ്ങളോടൊന്ന് പറയാനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഞാനിന്ന് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ചപ്പാത്തി ഞാൻ മേക്കറുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഞാൻ ഹസ്ബൻഡ് നോമ്പാണ്, അപ്പോൾ അയാൾക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ കയ്യിലുള്ള പൊടികളൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി അല്ല. അപ്പോൾ അങ്ങനെ രീതിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുവരെ നമ്മളിങ്ങനെ എൻ്റെ സ്ലാങ് അതാണ്, ഞങ്ങ എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ അതാണ് പെട്ടെന്ന് ജസ്റ്റ് അതങ്ങനെ കയറിപ്പോണം. എൻ്റെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും എൻ്റെതായ ഒരു വെക്കുവാണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സ്ലാങ് അതാണ്. അപ്പം എന്നെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ തന്നെ വന്നത്. ആ ചെറുത് ഉറക്കമാണ്. അയാൾ വന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഇപ്പോൾ ഇന്ന് രാവിലത്തേതായ ഒരു റെസിപ്പിയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ, ഞാൻ ചപ്പാത്തിയുടെ പൊടിയിൽ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടോ, ഇളം ചൂട്, അധികം ചൂട് വേണ്ട. ഞാൻ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്നത് ഇതേപോലെ കേട്ടോ. ഈ ഒരു കണക്കിനാണ് ഞാൻ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്നത്. ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കുക. ഇതൊരു സ്റ്റിക്ക് ഇളം ചൂടുള്ളൂ കേട്ടോ വെള്ളത്തിന്, ഒരുപാട് ചൂടില്ല. ഒരുപാട് ചൂടിൽ കുഴച്ച് വെക്കണ്ട. അതെനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയിട്ടില്ല. വേറൊന്നുമല്ല കേട്ടോ, എനിക്ക് നല്ല കോൾഡും ഉണ്ട് എല്ലാവരും കൊണ്ട് ആകെ ഈ ഒരു രീതിക്കാണ് കൂടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാൻ പറ്റണം. ഈ ഒരു രീതിക്കാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്നിങ്ങനെ കൊത്തി വെക്കുക. മതി, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ചൂടാവും കേട്ടോ. ഞാൻ സാമ്പാറിന് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം ബ്ലാന്ന് പറഞ്ഞ് രീതിക്ക് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 സവാള നല്ല കനത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് നെടുകെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കുമ്പളങ്ങയും മത്തങ്ങയും ബീൻസും ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം ചേനയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരിച്ചിരി ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ്.
ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ള എൻ്റെ പച്ചക്കറികൾ. ആ ചേനയില്ലേ, അത് പരിപ്പ് വേവിച്ച് കുക്കറിൽ നിന്ന് ഞാൻ മാറ്റിയതാണ്. അതിനകത്തോട്ട് ചേന ഇട്ട് കൊടുത്തു. ചേന ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് തിളക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ അതൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കഷ്ണങ്ങളും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കാളും ഒരു അര അല്ലെങ്കിൽ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ മഞ്ഞൾപ്പൊടി വേറെ മൂപ്പിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ട് അങ്ങോട്ട് നല്ലോണം തിളക്കട്ടെ. അപ്പോഴേക്കാളും ഇതിന് പൊടികൾ വേണമെന്ന് പറഞ്ഞില്ലേ, 2 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ 2 സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി എടുക്കണം കേട്ടോ. ഞാൻ ഒരു വെള്ളമില്ലാത്തൊരു തവയിലോട്ട്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഇടാം. നമ്മുടെ ചീനച്ചട്ടി, ചെറിയ ചീനച്ചട്ടിയില്ലേ, അതിനകത്തോട്ട് ഇടാം. 1/4 സ്പൂണോളം ഉലുവാപ്പൊടി, 1 സ്പൂൺ നിറച്ച് കായംപൊടി എടുക്കുക. കായംപൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. 2 സ്പൂണോളം കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എന്തോരം എടുത്തേക്കണോ അത്രയും തന്നെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി മതി കേട്ടോ. എരിവിന് പച്ചമുളകാണ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഉഴുന്നിൻ്റെ പൊടി, പച്ച ഉഴുന്നിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഞാനത് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങയും മത്തങ്ങയും ബീൻസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ആ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടി ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മതി, കരിയാനോ ഒന്നും വേണ്ട. ജസ്റ്റ് ആ പൊടി ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് അടപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് വേറെ ഒന്നുമല്ല, അടപ്പിലിരിക്കുമ്പോൾ പിന്നെയും അത് ചൂടാവും. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് അങ്ങാടും ഇങ്ങാടും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ലോ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് ആ പൊടി ഞാൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊടി സാമ്പാറിൻ്റെ ഇത്രേ ഉള്ളൂ കേട്ടോ. കായംപൊടി നമുക്ക് മണത്തിനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് മല്ലിയില ഇല്ലെങ്കിൽ ഞാൻ ഇടാറൊന്നുമില്ല. ജസ്റ്റ് വന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. മറ്റേ ഉഴുന്നിൻ്റെ പൊടിയൊക്കെ ഇട്ടേക്കണ കാരണം നല്ലോണം തന്നെ കുറുകി വരുവേ. എന്നിട്ട് ആവശ്യത്തിനുള്ള പുളി, എനിക്ക് ഒരുപാട് പുളിയും ഇഷ്ടമല്ല, ഒരുപാട് മധുരവും ഇഷ്ടമല്ല. രണ്ടും ബാലൻസിൽ നിന്നാൽ മതി. ഒരുപാട് മുമ്പിട്ട് നിൽക്കണ്ട. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, നെല്ലിക്ക വലിപ്പത്തിനേലും ചെറുതായിട്ട് ഞാൻ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളിയും വെണ്ടക്കയും കൂടി ഇട്ടിട്ടുണ്ട്. ആ പുളി വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ തക്കാളിയും വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോമ്പിന് ജോയ്സിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ മതി. സാമ്പാർ മാത്രം മതി, സാമ്പാറും ഒരു പപ്പടവും വറുത്താൽ മതി ജോയ്സിന്. അപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിത് ഇത്രയും ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ, വേറെ ഒന്നുമല്ല. ഇത്രയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂട്ടിയില്ല, ഒരാൾക്ക് എല്ലാവർക്കും കൂടി. അപ്പം ഞാനിത് ഈ ഒരു പരുവത്തിനെത്തുമ്പോഴും കുറച്ചെടുത്ത് മാറ്റി വെക്കും. പിന്നെ അത് ചൂടാറിക്കഴിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കും ഞാൻ. എന്നിട്ട് താളിച്ചിട്ടാൽ മാത്രം മതിയേ. എപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാലും ഒരിച്ചിരി കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് വറവിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ, ഒരു 2-3 സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് കടുകും പൊട്ടിച്ച് കുറച്ച് വേപ്പിലയും വറ്റൽമുളകും ഇത്രേ ഇടുള്ളൂ. ഉള്ളിയോ അങ്ങനെ ഒന്നും ഇടൂല. എന്നിട്ട് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലോട്ട് ഇതും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം. എനിക്ക് ഇന്ന് മല്ലിയില ഉണ്ടായിരുന്നില്ല, ഞാൻ സത്യം പറയാലോ മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ അതാണ് എൻ്റെ സാമ്പാർ. ഇതെൻ്റെ ചപ്പാത്തി. ഇന്ന് രാവിലെ ചപ്പാത്തിയും പരിപ്പേറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പരിപ്പേറി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ പരിപ്പേറി ഉണ്ടാക്കി. ചപ്പാത്തി മേക്കറിൽ ഞാൻ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കും. ഇങ്ങനെ കോരി ഒഴിക്കുന്ന രീതിക്കാണ് ഞാൻ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ചുടുന്നത് തന്നെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ പൊടി എല്ലായിടത്തും ഒന്നായി നമ്മുടെ കൈമേൽ ഒട്ടാത്ത രീതിക്ക് ഒന്നിങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതേപോലെ എടുത്തിട്ട് മറ്റേ ചപ്പാത്തി മേക്കർ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ ചുട്ടെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ചുട്ടെടുക്കുക. ചപ്പാത്തി റെഡിയായി. ഇത്രേ ഉള്ളൂ സംഭവം. ഈ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുണ്ട്. ഇത് ഇത്തമ്മക്ക് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ജസ്റ്റ് 2-3 ചപ്പാത്തി ഇങ്ങനെ കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിച്ചോളും. ആ പരിപ്പറിയും കൂട്ടി ആൾ കഴിച്ചോളും. ചോറ് മാത്രം തിന്നാൻ അമ്മ വേണമെന്നുള്ളൂ. പരിപ്പറി അങ്ങനെ പത്തിരിയൊക്കെ ഇങ്ങനെ കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദോശയൊക്കെ ആണെങ്കിലും അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളേ. അപ്പോൾ പരിപ്പറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.